ലിയോണൽ മെസ്സിയുടെ പേരിൽ കേരളത്തിൽ നടന്നത് തട്ടിപ്പെന്ന റിപ്പോർട്ടിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ. അഴിമതി ആരോപണവും ചട്ടലംഘനങ്ങളും പരിശോധിക്കും. നാളത്തെ മന്ത്രിസഭാ യോഗം റിപ്പോർട്ട് ചർച്ച ചെയ്യും. സനിറ്റ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. സനിറ്റ, എന്താണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള നീക്കങ്ങളുടെ ഒരു സ്വഭാവം? ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെല്ലാം തുടർ നടപടികളിലേക്ക് പോകാനാണ് സാധ്യത? ഹർഷൻ, നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ ആകാംക്ഷയോടെ അല്ലെങ്കിൽ കായിക താരങ്ങൾക്കിടെ യുവജനങ്ങൾക്കിടെ വലിയ സന്തോഷം നൽകുന്ന വാർത്ത തന്നെയായിരുന്നു കേരളത്തിൽ ലയണൽ മെസ്സിയെ കൊണ്ടുവരുമെന്നുള്ള കാര്യം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അന്ന് വലിയ വിവാദങ്ങളും വിമർശനങ്ങളും ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കേരളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലെ കായിക താരങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ ലയണൽ മെസ്സിയെ പോലൊരു താരത്തെ കൊണ്ടുവരുമ്പോൾ എന്ത് ഗുണമാണ് ഉള്ളത് എന്നുള്ള നിരവധി ചോദ്യങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ വലിയ തരത്തിലുള്ള ന്യായീകരണങ്ങൾ കഴിഞ്ഞ സർക്കാർ വലിയ തരത്തിലുള്ള ന്യായീകരണങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. പ്രധാനമായും സർക്കാരിന് യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകില്ല, അതിന് കൃത്യമായ സ്പോൺസർ ഉണ്ട് എന്ന് തന്നെയായിരുന്നു മുൻ കായിക മന്ത്രി വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം കായിക സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മെസ്സിയെ ചൊല്ലി വീണ്ടും വിവാദം ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം കായിക സെക്രട്ടറി റിപ്പോർട്ടിലാണ് ഗുരുതരമായ വിമർശനങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ വിമർശനങ്ങളുള്ളത്. ഇതിൽ പ്രധാനമായും പറയുന്നത് സർക്കാർ ഇത്തരത്തിൽ ഒരു സ്പോൺസറിനെ നിയമിച്ചത് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും ഇല്ലാതെയാണ്, അല്ലെങ്കിൽ സർക്കാരിൻ്റെ സംവിധാനങ്ങളുടെ ഒരു ലംഘനം നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്പോൺസറിനെ നിയമിച്ചിട്ടുള്ളത് എന്നുള്ള ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും റിപ്പോർട്ട് ഇപ്പോൾ കായിക മന്ത്രിക്ക് സമർപ്പിച്ചതിന് ശേഷം കായിക മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മുഖ്യമന്ത്രിയുടെ മുന്നിലാണ് ഈ റിപ്പോർട്ടുള്ളത്. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നാളെ ക്യാബിനറ്റ് ചേരുമ്പോൾ ഇത് ചർച്ചയാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്നും വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന കേന്ദ്ര ഏജൻസികൾ, പ്രധാനമായും ED പോലെയുള്ള ഏജൻസികൾ ഇത് അന്വേഷിക്കുമെന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു. എന്തായാലും വകുപ്പ് തല അന്വേഷണവും നാളത്തെ ക്യാബിനറ്റ് യോഗവും ഇത് ചർച്ച ചെയ്യുമെന്ന് തന്നെ അറിയാൻ കഴിയുന്നതിൽ പ്രധാനമായും എന്തുകൊണ്ട് സർക്കാർ ഈ സ്പോൺസറിനെ തന്നെ തെരഞ്ഞെടുത്തു, യാതൊരു ടെൻഡറും ഇല്ലാതെയാണ് ഈ ഏജൻസി അല്ലെങ്കിൽ ഈ സ്വകാര്യ സ്ഥാപനത്തെ സർക്കാർ തെരഞ്ഞെടുത്തത്, സർക്കാരിൻ്റെ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാൻ ഈ ഏജൻസിക്ക് അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിരവധി സ്പോൺസർമാർ രംഗത്ത് വന്നിരുന്നു. ആ സാഹചര്യത്തിലൊന്നും തന്നെ സർക്കാർ യാതൊരു ടെൻഡറും വിളിച്ചിരുന്നില്ല, നേരിട്ട് തന്നെ ഈ സ്ഥാപനത്തിനെ തെരഞ്ഞെടുക്കുകയായിരുന്നു. അതിലെന്തെങ്കിലും തരത്തിലുള്ള ലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തുവാനോ അല്ലെങ്കിൽ സാമ്പത്തിക ലാഭം കൊയ്യുവാൻ വേണ്ടിയിട്ടാണോ സർക്കാരിനെ ദുരുപയോഗം ചെയ്തത് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. എന്തായാലും നാളത്തെ മന്ത്രിസഭ അല്ലെങ്കിൽ ക്യാബിനറ്റിൽ ഇത് പ്രധാനമായും ചർച്ച ചെയ്യുമെന്ന് തന്നെയാണ് ഹർഷൻ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു വിവാദമുണ്ടായിരുന്ന സാഹചര്യമായിരുന്നു അല്ലെങ്കിൽ പ്രഖ്യാപനമൊക്കെ ആയിരുന്നു മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്നുള്ളത്. കഴിഞ്ഞ ദിവസം സ്പോർട്സ് സെക്രട്ടറിയുടെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കേരളത്തിൽ ഇതൊരു ചർച്ചയാകുക തന്നെയാണ്. സനിറ്റയാണ് വിവരങ്ങൾ നൽകിയത്.